അവരുടെ ഒരുപാട് നാളത്തെ അവരുടെ കോംബോ അത് തിയേറ്റർ വർക്കൗട്ട് ആയിട്ടുണ്ട്. എന്താ പറയുക, നമുക്ക് തന്നെ അവർ പറയുന്ന കാര്യം സീരിയസ് ആയിരിക്കും, പക്ഷെ നമുക്ക് ഇവിടെ ചിരിക്കാനാണ് തോന്നുന്നത്. പക്ഷെ ആ ഒരു എന്താ പറയുക, എന്താന്ന് പറയുക സ്പോയിലായി. ഇപ്പം തിയേറ്റർ തന്നെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ ശ്രമിക്കാം മാക്സിമം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ ജയറാമേട്ട ഉറച്ചു കുറെ നാളുകൾക്ക് ഒന്നിച്ച് വന്നപ്പോ എങ്ങനെയുണ്ടാവും ഹ്യൂമറും കാര്യങ്ങളൊക്കെ? ഉറവശി കിടുപ്പിലായിട്ടുണ്ട്. പിന്നെ മിഷ്കിൻ നല്ല റോളാണ്, ഡയറക്ടർ മിഷ്കിന്. അത് നല്ല എല്ലാം നല്ലപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ലൊരു കോമഡി ബോറാകാതെ നല്ലൊരു അടിപൊളിയായിട്ട് ജയറാം. ഉറവശിയാണ് സൂപ്പർ. ഒരുമിച്ച് അഭിനയിച്ച നടീനടന്മാരാണ് അവർ. ഇപ്പോൾ ഇതിലൊരു തമിഴ് ചിത്രത്തിലേക്ക് വരുമ്പോൾ ഒരിക്കലും ഒരു മലയാളികളായിട്ടുള്ള നമ്മൾക്ക് ഒരു അന്യഭാഷ നടീനടന്മാരായിട്ട് അവർ തോന്നില്ല. പക്ഷേ ഈ ഒരു ചിത്രത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി, അത് കോമഡിയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കാണിച്ചിരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഡയറക്ടർ അത് അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടു. കോമഡീസ് ഒക്കെ എത്ര വർക്കൗട്ടായി? കൂടുതൽ ഇഷ്ടപ്പെട്ടു. ചിരിക്കാനുണ്ട്, കുറച്ചുണ്ട്. നല്ല പടം കേട്ടോ. എന്ന് വെച്ചാൽ ഉർവശി ചേച്ചിയും ജയറാമേട്ടനും ഇപ്പോൾ ഒരു അടുത്ത കാലത്തൊന്നും ഒരുമിച്ചുണ്ടായതല്ല. ഇപ്പോൾ ഒരു തമിഴ് പടത്തിൽ രണ്ടുപേരും പാടെ ഒരുമിച്ച് ഉള്ളൊരു കോംബോ നന്നായിട്ടുണ്ട്. ഒരു ഫാമിലി ഹിറ്റ് ആവട്ടെ എന്ന് വിചാരിക്കാം. അവരുടെ കെമിസ്ട്രി അടിപൊളിയാണ്. ഉർവശി ചേച്ചി എന്താ പറയുക, നല്ല അവരുടെ എന്താ കോമഡിയൊക്കെ നന്നായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് അവരുടെ ആ ഒരു കെമിസ്ട്രി. നല്ല പടമായിരുന്നു. ജയറാമേട്ടൻ്റെ ഒരു കോമഡീസ് ഒക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ഉണ്ട്. ഓൾസോ അവരുടെ കോംബോ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ആ പടത്തിൻ്റെ ഏറ്റവും വലിയ യൂസ് ചെയ്ത് തന്നെയായിരുന്നു. അവസാനം വരെ നമുക്ക് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. കാരണം ത്രില്ലർ പാർട്സ് വരുന്ന സമയത്തായപ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷം വരുന്ന ആ സമയത്ത് ഈ ഒരു കാര്യങ്ങൾ കാണുമ്പോൾ തന്നെയാണ്. പിന്നെ ഓൾസോ നല്ലൊരു ക്രൈം ഡ്രാമയും കൂടാണ്. കാരണം ഇതിൻ്റെ ഒരു വേറൊരു പാർട്ടുകളുണ്ട്. ഐ മീൻ നമ്മൾ മെയിനായിട്ട് നോക്കുന്ന ഉർവശി ജയറാം കോംബോ ആണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിനകത്ത് വേറൊരു പാർട്ട്, ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ പാർട്ടൊക്കെ ഉണ്ട്. അതൊക്കെ നല്ലതായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്.